ഭവന നിർമ്മാണത്തിനും കടലോര കായലോര ടൂറിസം വികസനത്തിനും മുൻഗണന നൽകി നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ.എ. ഷൗക്കത്ത് അലി അവതരിപ്പിച്ചു. പ്രസിഡന്റ് പി. വിനു ആമുഖ പ്രഭാഷണം നടത്തി. 47,72,86,805 രൂപ വരവും 46,93,37,105 രൂപ ചെലവും 79,49,700 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസത്തിനും റോഡ് നിർമ്മാണം, ആരോഗ്യം തുടങ്ങിയ മേഖലയിലേക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുബില പ്രസാദ്, പി. എം. സിദ്ദിഖ്, മെമ്പർമാരായ ടി.സി. ഉണ്ണികൃഷ്ണൻ, സജിനി ഉണ്ണിയാരമ്പുരയ്ക്കൽ, രജനി ബാബു, സെക്രട്ടറി ഹേമചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജീവിതത്തിൽ ആർക്കും മറികടക്കാൻ പറ്റാത്തൊരു ബഡ്ജറ്റ് അവതരണമാണെന്ന്. 2000 മുതൽ 2005 വരെയുള്ള 5 വർഷത്തെ കാലയളവ്, 15 മുതൽ 20 വരെയുള്ള കാലയളവ്, 10 വർഷത്തിന് ശേഷം 11ാമത്തെ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അതിന് അവസരം തന്ന ദൈവത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏതായാലും വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ 10 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് അന്നും രാഷ്ട്രീയം നോക്കാതെ, ജാതിയും മതവും നോക്കാതെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതാത് കാലത്ത് ഭരിക്കുന്ന ഭരണസമിതികൾക്ക് പിന്തുണ കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മേലിലും എല്ലാവരുടെയും ഈ 5 വർഷം എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം എന്ന് മാത്രമാണ്. പ്രാരംഭ ബാക്കിയുള്ളത് 60,23,656 രൂപ. നമ്മൾ വരവുകൾ 26-27 വർഷത്തേക്ക് വരവുകൾ പ്രതീക്ഷിക്കുന്നത് തനത് വരുമാനം. നികുതി ഇനത്തിൽ 2,20,00,000 രൂപ. നികുതി ഇതര വരുമാനം 1,02,75,500 രൂപ. ജനറൽ പർപ്പസ് ഗ്രാൻറ്റ് 2,24,415 രൂപ. ക്ഷേമ പെൻഷൻ വരവുകൾ 7,26,64,000 രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് 3 കോടി രൂപ. വികസന ഫണ്ട് ജനറൽ 3,10,31,509 രൂപ. SCP ഫണ്ട് 76,57,393 രൂപ. ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാൻറ്റ് കിട്ടുന്നത് 91,07,000 രൂപ. മെയിൻ്റനൻസ് ഗ്രാൻറ്റ് റോഡ് 1,87,16,115 രൂപ. മെയിൻ്റനൻസ് നോൺ റോഡ് 75,11,187 രൂപ. ബ്ലോക്ക് പഞ്ചായത്ത് വീതം 50 ലക്ഷം രൂപ. ലൈഫ് മിഷന് 36 ലക്ഷം രൂപ. ജില്ലാ പഞ്ചായത്ത് വീതം 39 ലക്ഷം രൂപ. ഗുണഭോക്തൃ വീതം 10 ലക്ഷം രൂപ. സംയോജിത ശിശു വികസന പദ്ധതി 6 ലക്ഷം രൂപ. പ്രത്യേക ഗ്രാൻറ്റുകളും ഫണ്ടുകളും 12,85,00,000 രൂപ.